മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. മതങ്ങളെക്കുറിച്ചും മതങ്ങളുടെ അതിർവരമ്പുകളെക്കുറിച്ചുമെല്ലാം കുറേ ദിവസങ്ങളായിട്ട് വിവരിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് നിരന്തരം പ്രഭാഷണത്തിന് വേണ്ടിയുള്ള യാത്രയായിരുന്നു. യഥാർത്ഥത്തിൽ ഈ യാത്രാവേളയിലെല്ലാം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന പ്രഭാഷണങ്ങൾ കേൾക്കുന്ന വ്യക്തികളിൽ ഏതെങ്കിലും വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ടോ, അതുപോലെ കുടുംബാംഗങ്ങളിൽ മാറ്റം ഉണ്ടാവുന്നുണ്ടോ, വിദ്യാർത്ഥികളിലും നിരീശ്വരവാദികളിലും യുക്തിവാദികളിലും രാഷ്ട്രീയക്കാരിലുമെല്ലാം മാറ്റമുണ്ടാവുന്നുണ്ടോ എന്ന് നിരന്തരം ശ്രമിക്കാറുണ്ട്, അറിയാനായിട്ട് ശ്രമിക്കാറുണ്ട്. അതിൽ പലതും കേൾക്കുന്നതും കാണുന്നതും ചർച്ച ചെയ്യുന്നതും ചിന്തിക്കുന്നതും ഞാനിങ്ങനെ അടുത്ത ദിവസത്തെയോ പിന്നത്തെ ദിവസത്തെയോ യൂട്യൂബിൽ പറയാറുമുണ്ട്. അങ്ങനെ കാണാൻ സാധിച്ച 2-3 കാര്യങ്ങൾ, പ്രത്യേകിച്ച് മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, 2-3 ദിവസങ്ങൾക്ക് മുമ്പ് എറണാകുളത്തെ വിശ്വപ്രസിദ്ധമായ ക്രിസ്ത്യൻ വിമൻസ് കോളേജിൽ അവരുടെ 90ാം വാർഷികത്തോടനുബന്ധിച്ചിട്ടുള്ള ഒരു മുഖ്യ പ്രഭാഷണത്തിന് സന്ദേശം കൊടുക്കാനായിട്ടുള്ള മുഖ്യ പ്രഭാഷണത്തിന് വരണമെന്ന് പറഞ്ഞു. 1.25 മണിക്കൂർ അവിടെ ക്ലാസ് എടുത്തു. അത് യഥാർത്ഥത്തിൽ ഒരു ജീവിതാനുഭൂതിയായിരുന്നു. ജീവിതാനുഭവമായിരുന്നു എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ജീവിതാനുഭൂതിയായിരുന്നു എന്നാണ്. അവിടെ ഒരു ക്രിസ്ത്യൻ കോളേജിൽ 90 വർഷം പാരമ്പര്യമുള്ളൊരു കോളേജിൽ എന്നോട് വരണമെന്ന് പറഞ്ഞത് തന്നെ എനിക്ക് അത്ഭുതം തോന്നിയ കാര്യമാണ്. കാരണം ഞാൻ ചില മതങ്ങളെക്കുറിച്ചും ഹിന്ദു ധർമ്മത്തെക്കുറിച്ചുൾപ്പെടെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചിട്ടും അതെല്ലാം അവിടെയുള്ളവർ യൂട്യൂബിൽ കണ്ടു എന്നും അറിയിച്ചു, കാണുന്നുണ്ടെന്നും അറിയിച്ചു. എന്നിട്ടും എന്നെ അവർ ക്ഷണിച്ചപ്പോൾ അത് സത്യത്തിൽ ഒരു ജീവിതാനുഭൂതി തന്നെയായിരുന്നു. കറക്റ്റ് 11:45 ക്ലാസ് തുടങ്ങി. അപ്പം തന്നെ വളരെ നേരത്തെ ഉള്ള പ്രഭാഷണങ്ങൾ കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് പെൺകുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പലർക്കും ഭക്ഷണം കിട്ടിയില്ല, ഉച്ചഭക്ഷണം കിട്ടിയില്ല. 1100-ലധികം കുട്ടികൾ അവിടെ ഇരിക്കുന്നതിൽ പകുതിയിലേറെ കുട്ടികൾ ഉച്ചയ്ക്ക് ഭക്ഷണം കിട്ടാതെ നേരെ ഈ പ്രഭാഷണം മിസ് ചെയ്യണ്ട എന്ന് പറഞ്ഞ് ഉച്ചഭക്ഷണം മിസ് ചെയ്ത് വന്നിരിക്കുന്നവരായിരുന്നു. അത് സംഘടിപ്പിച്ച ടീച്ചേഴ്സ് പറഞ്ഞത് ഏതാണ്ട് 30% കുട്ടികൾ മുമ്പിലിരിക്കുന്നവർ മുസ്ലിങ്ങളാണ്, അത്ര തന്നെ പെർസെൻറ്റേജ് ക്രിസ്ത്യൻസ് ഉണ്ടാവും, ബാക്കിയുള്ളതാണ് ഹിന്ദുക്കൾ എന്നാണ് പറഞ്ഞത്. ഒരു പരീക്ഷണം എന്നുള്ള നിലയിൽ തന്നെ എൻ്റെ ക്ലാസ്സിൽ ഞാൻ നാടിൻ്റെ പൈതൃകത്തെക്കുറിച്ച് അഗാധമായിട്ട് വിവരിച്ചു. സ്വാമി വിവേകാനന്ദനെക്കുറിച്ചും രമണ മഹർഷിയെക്കുറിച്ചും വേദങ്ങളെക്കുറിച്ചും ഉപനിഷത്തുക്കളെക്കുറിച്ചും ഇതിഹാസങ്ങളെക്കുറിച്ചും സ്പർശിച്ചുകൊണ്ട് തന്നെ പോയി. ജീവിതത്തിൻ്റെ അർത്ഥവും വ്യാപ്തിയും മനഃശാസ്ത്രവും തത്വശാസ്ത്രവും ഭാരതീയ പൈതൃകമായി തന്നെ പറഞ്ഞു. അറിഞ്ഞുകൊണ്ട് തന്നെ ബൈബിളിനെക്കുറിച്ചോ യഹോവയെക്കുറിച്ചോ യേശുക്രിസ്തുവിനെക്കുറിച്ചോ ക്രിസ്ത്യൻ സമൂഹത്തെക്കുറിച്ചോ ഒന്നും പറഞ്ഞില്ല. പറയാതെ വിട്ടുപോയതല്ല, അറിഞ്ഞുകൊണ്ട് പറഞ്ഞില്ല. ധാരാളം പെൺകുട്ടികൾ തലയിൽ മുണ്ടുടുത്ത് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവർ മുസ്ലിങ്ങളാണെന്ന് പ്രഥമ ദൃഷ്ട്യാ തന്നെ അറിയാമായിരുന്നു.
അങ്ങനെ അറിഞ്ഞിട്ടും ഇസ്ലാമിനെ കുറിച്ചോ പ്രവാചകനെ കുറിച്ചോ മക്കയെ കുറിച്ചോ ഹജ്ജിനെ കുറിച്ചോ ഖുർആനെ കുറിച്ചോ ഒന്നും പറഞ്ഞില്ല. എന്താണ് പ്രതികരണം എന്നറിയാൻ വേണ്ടി മാത്രമായിരുന്നു ഒന്നും പറയാതിരുന്നത്. ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഇന്ന് വരെ ഒരു കോളേജിലും നടത്താത്ത വിധത്തിലുള്ള ഒരു പ്രഭാഷണം ക്രിസ്ത്യൻ കോളേജിൽ നടത്തിക്കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വന്നപ്പോൾ എല്ലാ കുട്ടികളും, ഈ 1100-ൽ പരം കുട്ടികളും എഴുന്നേറ്റ് നിന്ന് ഏതാണ്ട് 1 മിനിറ്റ് നേരം കൈയടിക്കുന്ന ആ കാഴ്ച കണ്ടപ്പോൾ എൻ്റെ ഹൃദയത്തിലുണ്ടായ ആ അനുഭൂതിയെയാണ് ഞാൻ ജീവിതാനുഭൂതി എന്ന് പറഞ്ഞത്. അതിനേക്കാളും അവിശ്വസനീയമായിട്ട് തോന്നിയത്, മുമ്പില് കുറേ മുസ്ലിം കുട്ടികളിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഈ മതത്തിന്റെ പേരിൽ എടുത്തു പറയുകയല്ല, ആ മതത്തിനതീതമായി മതത്തിലുള്ളവർക്ക് ചിന്തിക്കാൻ സാധിക്കുന്നു എന്ന് പറയണമെങ്കിൽ മതത്തെക്കുറിച്ച് പറയാതെ നിവൃത്തിയില്ലല്ലോ എന്നുള്ളത് കൊണ്ട് പറയാൻ. ആ മുസ്ലിം പെൺകുട്ടികൾ, ഒരു 3-4 കുട്ടികൾ എൻ്റെ ഇടത്തെ കൈ ഇങ്ങനെ പിടിച്ച്, ചിലർ നേരിട്ട് വന്ന് ഷെയ്ക്കാൻഡ് തന്ന് പറഞ്ഞത്, സർ, ദിസ് ഈസ് വാട്ട് വി വാണ്ടഡ്, ദിസ് ഈസ് വാട്ട് വി ആർ എക്സ്പെക്ടിങ് ഫ്രം പീപ്പിൾ, ബട്ട് മെനി എ ടൈംസ് വി ആർ നോട്ട് ഗെറ്റിംഗ് സച്ച് തിങ്സ് അറ്റ് ഓൾ. വരുന്നവര് എല്ലാം ഇതൊരു ക്രിസ്ത്യൻ കോളേജാണ് എന്നുള്ളത് കൊണ്ട് കുറേ ബൈബിളിനെ കുറിച്ചും യേശുക്രിസ്തുവിനെ കുറിച്ചും അച്ഛന്മാരെക്കുറിച്ചും കന്യാസ്ത്രീകളെക്കുറിച്ചും എല്ലാം പറയും കയ്യടി വാങ്ങിക്കാൻ എന്ന രീതിയിൽ. ഞങ്ങൾ ആരും കയ്യടിക്കാറില്ല സാറേ. വേറെ ഞങ്ങളെപ്പോലെ തട്ടമിട്ട കുട്ടികൾ മുസ്ലിങ്ങളാണെന്നറിഞ്ഞാൽ പിന്നെ ന്യൂനപക്ഷ അവകാശത്തെക്കുറിച്ചും അങ്ങനെയുള്ളതിനെക്കുറിച്ചും കുറേ പറയും. കുറേ മറ്റു മതങ്ങളെ, പ്രത്യേകിച്ച് ഭാരതീയ സംസ്കാരത്തെ അവഹേളിക്കും. എന്നിട്ട് ഞങ്ങൾ കയ്യടിക്കുമെന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ ഇതൊന്നും പറയാതെ സാർ ഇങ്ങനൊരു ക്ലാസ് എടുത്തത് ഞങ്ങളുടെ ജീവിതത്തിലെ അനുഭവമാണ്. ഞങ്ങൾ ഭൂരിഭാഗവും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാതെ വന്നിരിക്കുന്നവരാണ്. അത് പ്രയോജനപ്രദമായി എന്നുള്ള വരികൾ തന്നെയാണ് പറഞ്ഞത്. അവർ പറഞ്ഞതിൻ്റെ സന്ദേശമല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞത്, അവർ പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറയാം. നല്ലോണം പാശ്ചാത്യ സംഗീതം അറിയാവുന്ന ഒരു ക്രിസ്ത്യൻ ടീച്ചർ ഉണ്ടായിരുന്നു. നല്ലോണം പാശ്ചാത്യ സംഗീതം അറിയാവുന്ന ക്രിസ്ത്യൻ ടീച്ചർ. അവർ വന്ന് പറഞ്ഞത്, ഈ ക്ലാസ് ആയിരുന്നു 5 ദിവസത്തെ നവതി ആഘോഷത്തിന്റെ ആദ്യത്തെ ദിവസം വേണ്ടിയിരുന്നത്. 5 ദിവസമായിട്ട് നീണ്ട ആഘോഷമായിരുന്നു 90-ാം വാർഷികത്തോടനുബന്ധിച്ച്. ആദ്യത്തെ ദിവസം ഇത് കിട്ടിയിരുന്നെങ്കിൽ 5 ദിവസത്തെയും എഫക്റ്റ് അവിടെ ഉണ്ടാകുമായിരുന്നു എന്നാണ്. ഞാൻ എൻ്റെ ക്ലാസ് എടുക്കാൻ വരുന്നതിന് മുമ്പ് സ്റ്റാഫ് റൂമിൽ ഒരു 15-20 മിനിറ്റ് ഞാൻ നിന്നിരുന്നു. അപ്പോൾ അവിടെ ഒരു പെൺകുട്ടി വന്നിരുന്നു. ബെസ്റ്റാന്നോ എന്തോ ആണ് പേര്, ക്രിസ്ത്യൻ പേരാണ്. ആ കുട്ടിയുടെ പേര് എനിക്ക് ഇപ്പോഴും ഓർമ്മിക്കാൻ പറ്റുന്നില്ല, കാരണം ഒരു പ്രത്യേക പേരായതുകൊണ്ട്. വളരെ എനർജറ്റിക് ആയിട്ട് ആ കുട്ടി വന്ന് പറയട്ടെ, യഥാർത്ഥ സെക്കുലറിസം എന്താണെന്ന് സാറിൽ നിന്നാണ് പഠിച്ചത്. ഞാനും എൻ്റെ അമ്മയും അച്ഛനുമൊക്കെ സാറിൻ്റെ ഫാനാണ്. എല്ലാ മതങ്ങളിലുള്ള തെറ്റുകൾ പറയാം, എല്ലാ മതങ്ങളിലുള്ള നന്മയും പറയാം. സാർ, ഇതാണ് സാർ നമ്മുടെ നാടിന് നഷ്ടപ്പെട്ടത്. ആ കുട്ടി അങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് പറയുന്നത് കേട്ടപ്പോൾ മുമ്പിലുള്ള 2-3 ടീച്ചേഴ്സ് ഷോക്കടിച്ച മാതിരി ഇരിക്കുന്നുണ്ടായിരുന്നു. അവരും സന്തോഷത്തോടെ പോസിറ്റീവ് റെസ്പോൺസ് നേരത്തെ പറഞ്ഞവരാണ്. യഥാർത്ഥത്തിൽ അവരാണ് എന്നെ ക്ഷണിച്ചതും അവിടെ ക്ലാസ് എടുക്കാൻ. ഈ കുട്ടിയുടെ കമന്റ് കേട്ടപ്പോൾ അത്ഭുതം തോന്നി അവർക്ക്. അപ്പം ഞാൻ പറഞ്ഞത്, ഒരു ക്രിസ്ത്യൻ കോളേജായിട്ടും 2/3 ന്യൂനപക്ഷങ്ങളായിട്ടും കുറച്ച് ഹിന്ദുക്കൾ മാത്രമായിട്ടും ഉള്ള ഒരു കോളേജിൽ യഥാർത്ഥത്തിൽ പറയാനുള്ള കാര്യങ്ങൾ നമ്മളെ എന്തിനാണോ വിളിച്ചത് അത് പറയുമ്പോൾ അസാധാരണമായ നന്മയോടുകൂടി അവർ സ്വീകരിക്കുന്ന കാഴ്ച കണ്ടു. അത് അവിടെ കണ്ടു.
അതിനുശേഷം അടുത്ത ദിവസം പാലക്കാട് പാമ്പാടിയില് പ്രസിദ്ധമായൊരു കോളേജില് MBA-കാർക്ക് ക്ലാസ് എടുത്തു. എന്നോട് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചത്, സാറേ വളരെ ആക്റ്റീവായിട്ടുള്ള സ്റ്റുഡൻസ് ആണ്, അവർ ഷാർപ്പായിട്ട് റിയാക്ട് ചെയ്യുന്നവരാണ്, അനവധി ചോദ്യങ്ങൾ ചോദിക്കും എന്നെല്ലാം പറഞ്ഞു. അവിടെ 2.25 മണിക്കൂർ ക്ലാസ് എടുത്തു. ഒരാളും അനങ്ങാതെ ഇരിക്കുന്ന ഒരു കാഴ്ച ഞാൻ എല്ലായിടത്തും എപ്പോഴും പറയാറുള്ളത്, ഇവിടെയും ആവർത്തിക്കുകയാണ്. അതും ആരെയും പ്രീണിപ്പിക്കാനൊന്നുമല്ല. തട്ടമിട്ട മുസ്ലിം പെൺകുട്ടികളാണ് ഞാൻ പറഞ്ഞ സാൻസ്ക്രിറ്റ് ശ്ലോകം മുഴുവൻ എഴുതിയെടുത്തത്. അവിടെയാണ് എനിക്ക് അത്ഭുതം എപ്പോഴും തോന്നുന്നത്. ഒരു വിഭാഗം മുസ്ലിങ്ങൾ ഇവിടത്തെ കാവ്യയെയും പൈതൃകത്തെയും വേദത്തെയും പുരാണത്തെയും ആചാരത്തെയും എതിർക്കുകയും പുച്ഛിക്കുകയും ചെയ്യുമ്പോൾ എവിടെയെല്ലാം ക്ലാസ് എടുക്കാൻ പോകുന്നോ ആ ക്ലാസ് എടുക്കുന്ന വേളയിൽ പൈതൃകവുമായി ബന്ധപ്പെട്ട സംസ്കൃത ശ്ലോകങ്ങൾ പറയുമ്പോൾ അത് എഴുതിയെടുക്കുന്നത് മുഴുവനും മുസ്ലിം പെൺകുട്ടികളാവുന്നത് എങ്ങനെയാണ് എനിക്കിപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കണില്ല. മറ്റു കുട്ടികളെ നമുക്ക് കണ്ടാലറിയാം, അവരെഴുതിയെടുക്കാറില്ല. അപ്പോ ശരിക്കു പറഞ്ഞാൽ ഒരു മതമൊന്നും അല്ല ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അങ്ങനെ അവിടെയെല്ലാം കഴിഞ്ഞ് അടുത്ത ദിവസം തൃശ്ശൂര് പെരുവനം എന്ന അമ്പലത്തില് പ്രഭാഷണം ഉണ്ടായിരുന്നു. വൈകുന്നേരം അവിടെ വന്ന് ക്ലാസ് എടുത്തു. നല്ല പൈതൃക ഗ്രാമം, 3-4 ക്ഷേത്രങ്ങൾ അടുത്തടുത്തുള്ള സ്ഥലമാണ്. ധാരാളം വ്യക്തികൾ ക്ലാസ് കേൾക്കാൻ വന്നിരുന്നു. പലരോടും ചോദിച്ചു, സംഘാടകരോടും ചോദിച്ചു, ക്ഷേത്ര ഭാരവാഹികളോടും ചോദിച്ചു, ഏത് തരത്തിലുള്ള ആൾക്കാരാണോ ഓഡിയൻസ് ആയിട്ട് മുമ്പിലിരിക്കുന്നത്. അപ്പൊ അവർ പറഞ്ഞു, ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസത്തിന് വേരോട്ടമുള്ള സ്ഥലമാണ് ഈ മണ്ണ്, കമ്മ്യൂണിസ്റ്റുകളാണ് പകുതിയും ഇരിക്കുന്നത്, പക്ഷെ പണ്ടത്തെ വീറൊന്നുമില്ല, ഇതൊക്കെ കേൾക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ പാർട്ടിയുടെ മുകൾ തട്ടിൽ നിന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, ഒരു കാരണവശാലും മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കരുതെന്നുള്ളത്. അതിൽ ചില കാര്യങ്ങൾ അവർ പ്രാവർത്തികമാക്കുന്നതൊഴികെ ഈവൻ പാർട്ടിയുടെ ഉത്തരവാദിത്വപ്പെട്ടവരെ പോലും അതിലംഘിച്ച് കുറേ അധികം പേര് അമ്പലത്തിനകത്ത് വന്നിരുന്ന് ഈ പ്രഭാഷണം കേൾക്കുന്നുണ്ട്. ഞാൻ വെറുതെ ചോദിച്ചു, പുറത്ത് നിന്നവരാരാണ്? പുറത്ത് കുറേ പേര് ഗേറ്റിന്റെ പുറത്ത് നിന്നുകൊണ്ട് ഈ പ്രഭാഷണം കേൾക്കുന്നുണ്ട്. അതിശക്തമായ മഴ, എന്നിട്ടും പുറത്തുനിന്ന് കേൾക്കുന്നവര്, അതിൽ കുറേ പേര് ഉച്ചയ്ക്ക് നോൺ വെജ് കഴിച്ചിരിക്കുന്നവരാണ്. അവർ അമ്പലത്തിൽ കയറാറില്ല, അതുകൊണ്ട് അവർ പുറത്തു നിന്നത്. അപ്പോ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനും കൊടുക്കേണ്ടതായ കാര്യങ്ങൾ കൊടുത്താൽ എടുക്കേണ്ടവരെടുക്കുന്നു. ആ പെരുവനം അമ്പലത്തില് ഈ പരിപാടി സംഘടിപ്പിച്ചതുപോലെ അന്ന് ഉച്ചയ്ക്ക് ലക്കിടി, പാലക്കാട് ഒറ്റപ്പാലത്തിനപ്പുറത്ത് തനി RSSകാരാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. പെരുവനത്തും അവർ തന്നെയാണ് സംഘടിപ്പിച്ചത്. ഞാൻ RSSകാരാണെന്ന് പറഞ്ഞത്, അവരുടെ കയ്യിൽ രാഖി ഉണ്ടായിരുന്നു, രക്ഷാബന്ധൻ ഉണ്ടായിരുന്നു. അപ്പൊ RSSകാര് അമ്പലത്തിൽ ഇത് സംഘടിപ്പിക്കുമ്പോഴും മാർക്സിസ്റ്റുകാർക്ക് വരാനുള്ള ഒരു മനസ്ഥിതി ആയിട്ടുണ്ട്. അവർ പൂർണ്ണമായും കേട്ടിട്ട് വിലയിരുത്തി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ ധാരാളം പുസ്തകങ്ങളും എടുത്തുകൊണ്ടാണ് അവർ പോയത്, വാങ്ങിക്കൊണ്ടാണ് അവർ പോയത്. പെരുവനത്ത് കേൾക്കാൻ സാധിച്ച വേറൊരു കാര്യമുണ്ട്. പെരുവനം അമ്പലത്തിൽ നിന്ന് കുറച്ചകലെ ഒരു പള്ളി, വലിയൊരു പള്ളി വന്നിട്ടുണ്ട്, ക്രിസ്ത്യൻ പള്ളി. ആ പള്ളിയുടെ അപ്പുറത്ത് കൂടെയാണ് ഈ പെരുവനം, ആറാട്ടുപുഴ തുടങ്ങിയ അമ്പലങ്ങളിലെ പൂരം ഒരുമിച്ച് നടക്കുന്നതും അവഭൃത സ്നാനവും ആറാട്ടും നടക്കുന്ന
പുഴയുള്ളതും. ആ പുഴ വരുന്നത് പള്ളിയുടെ അപ്പുറത്ത് കൂടിയാണ്. അങ്ങനെ ആ പള്ളി പുതിയ പള്ളിയാണ്. ആ പള്ളിയിൽ ഒരു സെമിത്തേരി വരണമെന്ന് പള്ളിക്കാർ കുറെ കാലമായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ ഹിന്ദുക്കള് ശക്തമായിട്ട് എതിർക്കുന്നു. കാരണം മനുഷ്യ ശരീരം കുഴിച്ചിട്ട് ചീഞ്ഞ് നാറിയത് പുഴ വഴി ഒഴുകി വരുമ്പോൾ ആ പ്രദേശത്തെ പുഴ മുഴുവനും മലിനമാകും, ഗന്ധമുള്ളതാവും. അത് ഒഴിവാക്കാനായിട്ട് പ്രതിഷേധം കഴിഞ്ഞ 10-15 വർഷമായിട്ട് ആ പ്രതിഷേധം, 10-12 വർഷമായിട്ട് ആ പ്രതിഷേധം ഉണ്ട്. എല്ലാവരും, എല്ലാ തഹസീൽദാരും വില്ലേജ് ഓഫീസറും MLAയും എല്ലാവരും സെമിത്തേരി വരുന്നതിന് എതിരെയായിട്ടുള്ള റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ മനുഷ്യന്റെ ശരീരം ചീഞ്ഞളിഞ്ഞ വെള്ളം ഇതിലേക്ക് വരുന്നത് ഒഴിവാക്കാൻ. പക്ഷെ നിർഭാഗ്യവശാൽ ജില്ലാ കളക്ടർ ഫ്രാൻസിസ് എന്ന് പറയുന്ന മനുഷ്യൻ, അയാൾ റിട്ടയറായിട്ട് പോകുന്ന പോക്കിന് സെമിത്തേരി ഉണ്ടാക്കാനുള്ള പെർമിഷൻ കൊടുത്തിട്ടാണ് പോയത്. ആ പ്രദേശത്തെ ജനങ്ങളെ, ഹിന്ദുക്കളെ മുഴുവനും ദുഃഖത്തിലാഴ്ത്തി ഒരു വലിയ പ്രദേശത്തിലെ ശുദ്ധജലം മുഴുവനും വ്യക്തമായിട്ട് മനുഷ്യന്റെ ശരീരത്തിന്റെ ചീഞ്ഞളിഞ്ഞ ഭാഗത്തിലെ അംശം വരുമെന്ന് DMO വരെ റിപ്പോർട്ട് ചെയ്ത്, ഡോക്ടർമാർ വരെ റിപ്പോർട്ട് ചെയ്തതിനെതിരെ ആ ക്രിസ്ത്യാനി ഫ്രാൻസിസ് അമ്പലത്തിനും അവിടുത്തെ സംസ്കാരത്തിനുമെതിരെ പള്ളിയുടെ പക്ഷത്ത് ചേർന്ന് സെമിത്തേരി ഉണ്ടാക്കാൻ പെർമിഷൻ കൊടുത്തിട്ട് റിട്ടയറായിട്ട് പോയി. അയാൾ എഴുതിയത്രേ, കേരളത്തിൽ എന്തിനും ഏതിനും വിമർശനം വരുന്നത് കൊണ്ട് അതൊന്നും നോക്കേണ്ട കാര്യമില്ല, ധൈര്യമായിട്ട് സെമിത്തേരി പണിതോളാൻ പറഞ്ഞിട്ട് പോയി അത്രേ. അപ്പൊ ചില ക്രിസ്ത്യാനികള് അവരുടെ തനി സ്വഭാവം കാണിക്കുന്നു. ആ പെർമിഷനെതിരെ പെരുവനം പ്രദേശത്തെ ജനങ്ങൾ കോടതിയിൽ പോയപ്പോ പ്രഥമ ദൃഷ്ട്യാ തന്നെ സ്റ്റേ കൊടുക്കുകയും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ആ സെമിത്തേരി അവിടെ പണിയുന്നത് നിരോധിക്കുകയും ചെയ്തു ഹൈക്കോടതി. അപ്പൊ ഹൈക്കോടതി പോലും ഇത് തെറ്റാണെന്ന് നിയമദൃഷ്ട്യാ തെളിയിച്ചത് ഒരു ഫ്രാൻസിസ് എന്ന ജില്ലാ കളക്ടർ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ആ പ്രദേശത്തുള്ള ഹിന്ദുക്കളുടെ വികാരങ്ങളെ മുഴുവനും തച്ചുടച്ചുകൊണ്ട് പെർമിഷൻ കൊടുത്ത് പോകുന്ന അനുഭവവും കണ്ടു. പക്ഷെ ആ പള്ളിക്കാരത് പണിയുമ്പോൾ ഹിന്ദുക്കൾ ഒരുമിച്ച് നിന്ന് അതിനെ എതിർക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകരും മാത്രം അതിലൊന്നിലും ചേരാതെ അണ്ടർഗ്രൗണ്ട് വഴിക്ക് പള്ളിക്കാരോട് സഹകരിക്കുകയും വേറൊരു വിഭാഗം ഇവരോട് സഹകരിക്കുകയും ചെയ്യുന്നു. കാരണം പാർട്ടി നേതൃത്വത്തിൽ നിന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അത്രേ, മതപരമായ കാര്യങ്ങളിലും പ്രശ്നങ്ങളിലും ഇടപെടേണ്ട എന്ന്. ഒരു ഹിന്ദുവായി ജനിച്ചിട്ട് ഹിന്ദുക്കളുടെ പ്രശ്നങ്ങളിൽ ഒന്നും പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന കുറെ ഹിന്ദുക്കള് ക്രിസ്ത്യാനിയായി ജനിച്ചിട്ട് കോടതി വിധി പോലും എതിരായിട്ടുള്ളതിനെ ലംഘിച്ച് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഫ്രാൻസിസിനെ പോലെയുള്ള കളക്ടർമാര്, അതേപോലെ ഗോപാലകൃഷ്ണൻ പലപ്പോഴും മതത്തിന്റെ കാര്യത്തിൽ നിശിതമായിട്ട് പറയുന്നു എന്നറിഞ്ഞിട്ടും അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച എറണാകുളത്തെ നവതി ആഘോഷിക്കുന്ന ഉജ്ജ്വലമായ കോളേജിലെ അധ്യാപകര്, കന്യാസ്ത്രീയായിട്ടുള്ള പ്രിൻസിപ്പാള്, അത്രയും മുസ്ലിം ക്രിസ്ത്യൻ കുട്ടികളുള്ള ഒരു കോളേജിലേക്ക് വിളിക്കാൻ സന്മനസ് കാണിച്ചവര്, ഇതെല്ലാം കണ്ടുകൊണ്ട് പോകുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് മനസ്സിൽ തോന്നുന്ന വിചാരങ്ങൾ നിങ്ങളോട് പറയുകയും നമ്മളുടെ നാട്ടിലുണ്ടാകുന്ന മാറ്റങ്ങൾ അറിയിക്കുകയും ആ മാറ്റങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന എല്ലാ മതസ്ഥരും, നന്മ നിറഞ്ഞ എല്ലാ മതസ്ഥരും ആ മാറ്റങ്ങളെ എതിർക്കുകയോ നിസ്സംഗമായിട്ട് മാറി നിൽക്കുകയോ ചെയ്യുന്ന വേറൊരു വിഭാഗവും, ഇതെല്ലാം
എനിക്കൊരു പുസ്തകത്തിലെ സിനിമയിൽ കാണുന്ന പോലെ കാണാൻ സാധിച്ചത് നിങ്ങളോട് പറയുമ്പോൾ വളരെയേറെ സംതൃപ്തി തോന്നാറുണ്ട്. ആ സന്ദേശം നിങ്ങളും വിലയിരുത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം. നമസ്കാരം.